ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ നമ്മളിത് അടിപൊളിയായിട്ട് ആഡിങ് അഗെയിൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ മക്കളെ എക്സാമിന് വരുമ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ള കുറെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെയാണ് വരും ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നമ്മുടെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് പോലെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടാവാം. അപ്പൊ നമുക്ക് നോക്കി നോക്കിയാലോ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് രണ്ട് ടേബിൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാ നമ്മുടെ ടേബിൾ എന്നറിയോ? എലനും എലന്റെ ഫ്രണ്ടും ഉണ്ട്. രണ്ടു പേരും കൂടെ ക്രിക്കറ്റ് കളിച്ചിട്ട് എത്ര സ്കോറുകളാണ്, എത്ര റൺസ് ആണ് അവർ സ്കോർ ചെയ്തത് എന്നുള്ള കാര്യമാണ് ഈ ഒരു ടേബിളിൽ തരുന്നത്. നമ്മളോട് പറഞ്ഞിട്ടത് ഈ ഏറ്റവും കൂടുതൽ ആരാണോ റൺസ് എടുത്തിട്ടുള്ളത് അവരുടെ പേര് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യട്ടോ. അതായത് എലനാണോ എലന്റെ ഫ്രണ്ടിനാണോ ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കിയാലോ. എലന്റെ സ്കോർ നമുക്ക് ആദ്യം കൂട്ടി നോക്കാം അല്ലെ. 2 സിക്സർ ആണ് നമ്മുടെ എലൻ എടുത്തത്. 2 സിക്സർ എന്ന് പറയുമ്പോൾ ഒരു സിക്സർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 റൺസ് ആണ്, അഥവാ 6 റൺസ് ആണ് ഒരു സിക്സർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മക്കളെ 2 സിക്സർ എന്ന് പറയുമ്പോൾ 2 സിക്സർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നുണ്ടാവുക? 2 × 6 അതായത് 12 എന്ന് കിട്ടും. 5 4 ആണ്, 5 ഫോറുകളാണ് എടുത്തത്. ഒരു 4 എന്ന് പറയുമ്പോൾ 4 റൺസ് ആണ്, അഥവാ 4 റൺസ് ആണ്. അങ്ങനെയെങ്കിൽ 5 4 എന്ന് പറയുമ്പോഴോ 5 × 4 അതായത് 20 റൺസ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടും. അപ്പൊ 12 ആയി, 20 ആയി. ഇനിയോ 4 ഡബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡബിൾസ് എന്ന് പറയുന്നത് 2 റൺസ് ആണ്. അപ്പൊ 4 ഡബിൾസ് എന്ന് പറയുന്നത് 4 × 2. 4 × 2 എന്ന് പറയുന്നത് എത്രയാടാ? 8 ആണ്. അടുത്തതോ 5 സിംഗിൾസ്. ഒരു സിംഗിൾ എന്ന് പറയുന്നത് 1 റൺ ആണ്. സോ 5 സിംഗിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് 5 റൺസ് കിട്ടും. അപ്പൊ എത്രയായിടാ നമുക്ക് ആൻസർ വരിക? 8നോട് 2 കൂട്ടുമ്പോൾ 8 + 2 10 ആണ്. 10 + 5 എന്ന് പറയുന്നത് 15. ഇവിടെ നമുക്ക് 1 നമ്മൾ ഇവിടെ ക്യാരി ഓവർ ചെയ്തു. ബാക്കി എത്ര കിട്ടുക? 1 + 1 2, 2 + 2 4, 45 റൺസ്. 45 റൺസ് ആണ് നമ്മുടെ എലൻ കുട്ടന് കിട്ടിയത് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തതോ നമ്മുടെ കൂട്ടുകാരന് എത്രയാണ് കിട്ടിയെന്നുള്ള കാര്യം നമുക്ക് നോക്കണം അല്ലെ. 4 സിക്സർ ആണ് ആദ്യം നമുക്ക് പറഞ്ഞിട്ടുള്ളത്. 4 സിക്സർ എന്ന് പറയുമ്പോൾ 4 × 6 അല്ലെ. 6 × 4 അഥവാ 4 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. 3 4 എന്ന് പറയുമ്പോൾ 3 × 4 എത്രയാണ്? 12 വരും. ഇനിയോ 2 ഡബിൾസ്, 2 ഡബിൾസ് എന്ന് പറയുമ്പോഴോ 2 × 2 ദാറ്റ് ഇസ് 4 കിട്ടും. 2 സിംഗിൾ എന്ന് പറയുമ്പോൾ 2 × 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 2. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കിക്കേ. 4 + 2 6, 6 + 4 6നോട് 4 കൂട്ടിയാൽ 10, 10നോട് 2 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും അല്ലെ. നമുക്ക് 12 കിട്ടും. ഇനി ഇവിടെയോ 2 + 1 3, 3 + 1 4 എന്ന് കിട്ടും. സോ 42 റൺസ് ആണ് നമ്മുടെ അലന്റെ കൂട്ടുകാരന് കിട്ടിയത്. അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? യെസ്, അലനാണ് കിട്ടിയത്. എത്ര കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരനേക്കാളും എത്ര കൂടുതലാടാ? 42നോട് എന്ത് നമ്മൾ കൂട്ടിയാലാണ് നമുക്ക് 45 കിട്ടുക? 3 റൺസ് കൂടുതലാണ് അല്ലേ. 42നേക്കാളും 3 റൺസ് കൂടുതലാണ് നമ്മുടെ 45 കിട്ടും. അപ്പൊ നമ്മുടെ എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ചാച്ചാ ബൈ.